ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലുണ്ടായിട്ടുള്ള ആ ഒരു വളറ്റിലിറ്റിയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രകടനവും അത് തമ്മിൽ വളരെയധികം ഇൻവേഴ്സ് കോറിലേഷൻ അഥവാ വിപരീത ദിശയിലുള്ള ഒരു പ്രകടനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി 50 ഇൻഡെക്സ് ഏകദേശം 1.8% ഇടിവോടെ 24,000 മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചു. ഇപ്പോൾ രാവിലെ ഏകദേശം 750 പോയിന്റിലധികം ഇടിഞ്ഞുകൊണ്ട് 23,698 വരെ പോയെങ്കിലും അവസാന മണിക്കൂറുകളിൽ 300-ൽ പരം പോയിന്റുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് 24,000 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കാരണം 24,000 എന്നുള്ള ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ 24,000 മുകളിൽ വരാനുള്ള ഒരു കാരണം കൃത്യമായിട്ടുള്ള ഷോർട്ട് കവറിങ് ആയിരിക്കും. കാരണം വലിയ തോതിൽ ഷോർട്ട് പൊസിഷൻ എടുത്തവർ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തോതിലുള്ള ബൈങ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 24,000 എന്നുള്ള ലെവൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ബാറ്റിൽ ഗ്രൗണ്ടായിട്ട് നമ്മൾ കാണുകയാണ്. കാരണം ഇതിന് താഴെ ഇപ്പോൾ 23,800, 23,700 എന്നിവിടങ്ങളിൽ ശക്തമായ പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിഫ്റ്റി 24,050 മുകളിൽ നാളെ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഷോർട്ട് കവറിങ് ഒരു പക്ഷേ തുടർന്നുകൊണ്ട് 24,200 വരെ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഗ്ലോബലായിട്ടുള്ള ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം കാരണം 24,000 താഴേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നല്ലൊരു ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നിലവിൽ മാർക്കറ്റിൽ നടക്കുന്നത് തികച്ചും സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു ഓവർ റിയാക്ഷനാണ്. നമുക്കറിയാം, ഇപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പൂർണ്ണമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിന് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ടുള്ള സപ്ലൈ തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. എന്നാൽ നിലവിൽ ഈ ഹോർമസ് കടലെടുക്ക് വഴി കടക്കാൻ പറ്റാത്തത് മാത്രം കൊണ്ടുള്ള ഒരു ടെമ്പററി ഇഷ്യൂ ആണിത്. കാരണം ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒപെക് രാജ്യങ്ങൾ അവർക്ക് അതിൻ്റെ സംഭരണമാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള കപ്പലുകളൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ പുതിയ സപ്ലൈ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ഈ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ അവർ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ യുദ്ധ കാലഘട്ടത്തിൽ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഊഹാപോഹങ്ങളും അതിവേഗം പ്രചരിക്കുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന AI ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. പല വിധത്തിലുള്ള ഡീപ്പ് ഫേക്സുകളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ വാർത്തകളെ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് പറ്റിക്കുന്ന രീതിയിലുള്ള വാർത്തകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ വരുന്ന പോസ്റ്റുകൾ വിശ്വസിക്കുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ തലത്തിൽ അംഗീകരിക്കപ്പെട്ട വാർത്താ ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പല രാജ്യങ്ങളിലും അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്കറിയാം, ട്രംപിന് ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുള്ളത്. നമുക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം, ഈ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇറാനിയൻ സുപ്രീം ലീഡറായിട്ടുള്ള മുജ്തബ ഹുസൈനി, അദ്ദേഹം മുമ്പ് മരണപ്പെട്ട ഖംനേനിയുടെ മകനാണ്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ഒരു ഇസ്രായേലിൻ്റെ ഒരു അറ്റാക്കിൽ മരണപ്പെട്ടതായിട്ടാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപകമായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടത്. എന്നാൽ അദ്ദേഹമാണ് ഇന്ന് സുപ്രീം ലീഡറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ്, റോയിറ്റേഴ്സ്, ഗാർഡിയൻ, BBC, അൽ ജസീറ പോലെയുള്ള വിശ്വസനീയമായ വാർത്താ ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകളെക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് കൃത്യമായ ഡാറ്റകളാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് നിലവിലെ മാർക്കറ്റിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. ഇതുകൂടാതെ ഗ്ലോബലായിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സുകളുടെ ക്ലോസിങ്ങും വളരെ പ്രധാനമാണ്. അപ്പോൾ നിലവിൽ നമുക്ക് വിശ്വസനീയമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാനും US-ഉം ഇസ്രായേൽ തമ്മിലുള്ള ഈ ഒരു സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ യാതൊരുവിധ സീസ് ഫയറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പോൾ കാണുന്നില്ല. അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്ന് ഏകദേശം $120 പെർ ബാരലിലേക്ക് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നതായിട്ട് നമുക്കിന്ന് കാണാൻ പറ്റും. എന്നാൽ നിലവിലെ ക്രൂഡ് ഓയിൽ പ്രൈസ് അവിടെ നിന്നും താഴോട്ടേക്ക് വന്നിട്ട് 102, 104 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള 92 എന്ന ക്ലോസിംഗിൽ നിന്ന് ഏകദേശം 10 മുതൽ 12% വരെ ഇപ്പോൾ ഉയർന്ന നിലയിലാണ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഈ രീതിയിൽ ക്രമാതീതമായിട്ട് ഉയർന്ന സാഹചര്യം മുമ്പും ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2008 ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉയർന്നത്. അപ്പോൾ അന്ന് $147 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം തികച്ചും വ്യത്യസ്തമായിരുന്നു. യുദ്ധമോ മറ്റ് സാഹചര്യമോ ആയിരുന്നില്ല. അന്ന് ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരുന്നു. എന്നാൽ അതിൻ്റെ ഡിമാൻഡ് വലിയ തോതിൽ ഉയർന്നു. ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും വ്യാപകമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ക്രൂഡിൻ്റെ സപ്ലൈ ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള സ്പെക്കുലേഷനും നടന്നു, ഊഹക്കച്ചവടങ്ങൾ നടന്നു, ബർഗെയിനിങ് നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൻതോതിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നു. അങ്ങനെയാണ് 147 എന്നുള്ള അതിൻ്റെ റെക്കോർഡ് ഹൈയിലെത്തിയത്. എന്നാൽ ആ വർഷം തന്നെ 2008 ഉണ്ടായിട്ടുള്ള
ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയ തോതിൽ താഴോട്ടേക്ക് കൂപ്പുകുത്തിയതും അതേ വർഷം തന്നെയാണ്. അത് അന്ന് $40 അത് താഴോട്ടേക്ക് വരികയുണ്ടായി. പിന്നീട് ക്രൂഡ് ഓയിലിന് വലിയൊരു ഉയർച്ച കാണുന്നത് 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ഏകദേശം 139 എന്ന ലെവലിലേക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള US-ഇറാൻ ക്രൈസിസ് കാരണം ഈ ഹോർമിസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണമൊക്കെ ഇന്ന് 120 വരെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നെങ്കിലും അവിടെ നിന്നൊരു കറക്ഷൻ നടന്നുകൊണ്ട് ഇപ്പോൾ 104-102 ലെവലിൽ എത്തിയതായിട്ട് കാണാം. എന്നാൽ ഈ ലെവലിൽ തന്നെ ക്രൂഡ് ഓയിൽ നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം യുദ്ധ സാഹചര്യം ഇപ്പോഴും വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോർമസ് കടലിടുക്കിലുള്ള ആ ഒരു പിരിമുറുക്കം കൂടുതൽ സങ്കീർണമാവുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു പക്ഷേ വീണ്ടും ഉയർന്നേക്കാം. അപ്പോൾ യുദ്ധം വലിയ തോതിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള $147 പെർ ബാരൽ എന്ന ലെവല് ഒരു പക്ഷേ ക്രൂഡ് നമ്മൾ കാണേണ്ടി വരും. എന്നാൽ ഇവിടെ വളരെ വിചിത്രമായ മറ്റൊരു കാര്യം കാണാൻ കഴിയും. ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുന്നത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കുമ്പോൾ വലിയ തോതിൽ ഉയരാറുണ്ട്. എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഗോൾഡും സിൽവറും ഇന്ന് ഏകദേശം 1% താഴോട്ടേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഗോൾഡും സിൽവർ താഴോട്ടേക്ക് പോകുന്നത് ഒരു ടെമ്പററി എഫക്റ്റ് ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ഫോൾ മൂലം പല ബിഗ് ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഹൈ ഫ്രീക്വൻസി ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്നും വലിയ തോതിലുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മാർജിൻ കോൾ ഒക്കെ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പണം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നഷ്ടം ഇവർ നികത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ സ്വാഭാവികമായിട്ട് ഇവരുടെ കയ്യിലുള്ള സ്വർണവും സിൽവറും ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഇനഫായിട്ടുള്ള ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ഗോൾഡ് തിരിച്ചു കയറിയെന്ന് വരാം. ഇതുകൂടാതെ ഡോളർ കൂടുതൽ കരുത്താർജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ യുദ്ധം നടക്കുമ്പോൾ ഈ രീതിയിൽ ഏറ്റവും വിശ്വസനീയമായ കറൻസി എന്ന് പൊതുവെ ലോകം അംഗീകരിക്കുന്നത് ഡോളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ 99 മുകളിൽ അത് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞ 3 മാസത്തെ ഡോളറിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇന്ത്യൻ റുപ്പി അതേപോലെ സ്ട്രെങ്തൻ ചെയ്യാതെ വീണ്ടും വീക്ക്നെസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 92 മുകളിലാണ് ഇന്ത്യൻ റുപ്പി ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെ ഗോൾഡ് സിൽവർ ഉയരാത്തതിന് മറ്റൊരു കാരണം കാണുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് ഉണ്ടാവുകയില്ല എന്ന പ്രതീക്ഷയാണ്. കാരണം നിലവിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഈ രീതിയിൽ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫ്ലേഷൻ വർദ്ധിക്കും. ഇൻഫ്ലേഷൻ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റ് കട്ടിൻ്റെ സാധ്യത തീരെ മങ്ങുകയാണ്. അപ്പോൾ ബോണ്ടുകളിലും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിലും നല്ല തോതിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ യാതൊരുവിധ ഇൻട്രസ്റ്റ് സാധ്യതയും ഇല്ലാത്ത ഗോൾഡിലേക്ക് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വരില്ല. അപ്പോൾ അതും ഒരു ഘടകമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പ്യുവർലി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഈ വർഷം 2026 ഏറ്റവും ഉയർന്ന താപനിലയായിരിക്കും അടയാളപ്പെടുത്താൻ പോവുക എന്നാണ് ആ റിപ്പോർട്ടുകൾ. അപ്പോൾ ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള ഹീറ്റ് വേവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇത് കേരളത്തിലും വലിയ തോതിലുള്ള ടെമ്പറേച്ചർ ഈ 2026 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വേൾഡ് വൈഡായിട്ടും ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ 4 വർഷങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് UK ബേസ്ഡ് ആയിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പ്രവചിക്കുന്നത്. ഇതുകൂടാതെ 2026 സെക്കൻഡ് ഹാഫോടുകൂടി എൽനിനോ പ്രതിഭാസം വീണ്ടും സജീവമാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കും. കാരണം AC, ഫാന് എന്നിവയുടെ അമിതമായ ഉപയോഗം മൂലം ഇലക്ട്രിസിറ്റി ആവശ്യം അതിൻ്റെ റെക്കോർഡ് നിലയിലേക്ക് ഉയരാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. കൂടാതെ കൂളിംഗ് പ്രൊഡക്റ്റുകൾ, പ്രത്യേകിച്ച് AC, കൂളർ, ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ഡിമാൻഡും വലിയ തോതിൽ വർദ്ധിക്കും. ഇതുകൂടാതെയാണ് നോൺ ആൽക്കഹോളിക് ബീവറേജസ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾക്കൊക്കെ വമ്പിച്ച ഡിമാൻഡും വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചില സമ്മർ സ്റ്റോക്കുകൾ നോക്കുകയാണ്. അത്തരത്തിൽ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് വരുൺ ബീവറേജസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 440 എന്ന ലെവലാണ്. അതിൻ്റെ ഐയിൽ നിന്നും 22% ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 49 എന്ന ലെവലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 64 ആയിരുന്നു. ഇൻഡസ്ട്രി PE 43 ആണ്. അപ്പോൾ നിലവിൽ ഈ സ്റ്റോക്ക് ഇൻഡസ്ട്രി PEയേക്കാൾ ഉയരെയാണെങ്കിലും 3 ഇയേഴ്സിൻ്റെ അതിൻ്റെ മീഡിയൻ PEയേക്കാൾ ഇത്രയും താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 425 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവൽ നല്ലൊരു ബൈങ് സോണായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് വോൾട്ടാസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 1436 ആണ് ഇപ്പോൾ. അതിൻ്റെ ഐയിൽ നിന്നും 9% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും 91 എന്നുള്ള ഹൈ PEയിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ മീഡിയം PE ഏകദേശം 90 എന്ന ലെവലാണ്.
കൂടാതെ ഇൻഡസ്ട്രി പി 42 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. എങ്കിൽ പോലും ഈ സ്റ്റോക്ക് കുറച്ച് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു 1360 ലെവലൊക്കെ ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 1877 ആണ്. ഹൈയിൽ നിന്ന് ഏകദേശം 17% ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE 72 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 69 ആണ്. ഇൻഡസ്ട്രി PE 42 മാത്രമേ ഉള്ളൂ. ഇവിടെയും സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും കുറച്ചുകൂടി താഴോട്ടേക്ക് വരേണ്ടതുണ്ട്. 1794 ഒരു പ്രധാനപ്പെട്ട ലെവലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം പവർ സ്റ്റോക്കുകളിൽ നല്ല ഡിമാൻഡ് വരും. ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ സ്റ്റോക്കാണ് ടാറ്റ പവർ. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 373 എന്ന ലെവലാണ്. ഹൈയിൽ നിന്നും ഏകദേശം 10% മാത്രമേ ഇത് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 31 എന്ന ലെവലാണ്. ഇപ്പോൾ 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 31 തന്നെയാണ്. ഇൻഡസ്ട്രി PE 23 ആണ്. അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ലെവലിലാണ് ഉള്ളതെങ്കിലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ പ്രൈസ് ഒരു 355 എന്ന ലെവലാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഹെവൽസ് ആണ്. ഇപ്പോൾ ഫാന് അതുപോലെ ഹോം അപ്ലയൻസസിലൊക്കെ നല്ല ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സ്റ്റോക്കും നമുക്ക് വാച്ച് ലിസ്റ്റ് ചെയ്യാവുന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 1329 എന്ന ലെവലാണ്. അതിൻ്റെ ഐയിൽ നിന്നും ഏകദേശം 20% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 54 എന്ന ലെവലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 71 ആണ്. ഇൻഡസ്ട്രി PE 34 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കും അതിൻ്റെ മീഡിയം PEയേക്കാൾ വലിയ തോതിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ബെസ്റ്റ് ബൈ പ്രൈസ് കാണുന്ന 1284 എന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ റിസർച്ചിന് ശേഷം മാത്രം ഇത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്കറ്റ് എത്രത്തോളം താഴത്തേക്ക് പോകുമെന്ന് നമുക്കിപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. കാരണം യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള വളറ്റിലിറ്റി പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റോക്കിലും നമ്മൾ ഫ്രഷ് ബൈ നടത്തുമ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 25% മാത്രം വാങ്ങിക്കൊണ്ട് ബാക്കിയുള്ള ഓരോ ഡിപ്പിനായിട്ട് ആ ഫണ്ട് റിസർവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ക്യാപിറ്റൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.